കാണണ്ടാ ഞാൻ വിരലുകൊണ്ടൊന്ന് നോക്കാമല്ലോ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കിക്കോളി ഇതാ വിരലിങ്ങനെ ഇട്ട് കേട്ടാ. നമ്മളെ കൂടെ ഇപ്പോ ഉസ്മാൻ മുസ്ലിയാരുണ്ട്. നമ്മളെ കടയിലേക്ക് വന്നതേനു ആളേട്ടാ. കിണർ എവിടെയാന്ന് കാണാതെ വെള്ളത്തിന്റെ സാന്നിധ്യം പറയും. ഇപ്പൊ നിലവിലുള്ള കിണറിന് ഏത് ഭാഗത്തു നിന്നാണ് കരു എന്നുള്ളത് നമുക്ക് ഈ കമ്പി കാണിച്ചിട്ട് നിങ്ങളോട് പറയും. വെള്ളം നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. വെള്ളം ഇല്ലെങ്കിലും പറയാൻ പറ്റും. നമ്മളേക്കൊന്നും നോക്കൂല. ഈ കമ്പിമ പിടിച്ചിട്ട് ഏത് ഭാഗത്തു നിന്നാണ് അതിന് കരു വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങളെ വീട്ടില് കിണർ എവിടെയുള്ള നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ? കണ്ടിക്കണോ? ഇല്ല, ഞാൻ കാണിച്ചെടുത്തിട്ടില്ല, ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റല്ലേ ഇപ്പോളാ ഇതിങ്ങനെ നമ്മളിങ്ങനെ നടക്കും. നിങ്ങളെ തൊടുവില് വെള്ളം ഉണ്ടോ ഇല്ലേന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഏത് വെള്ളമാണ് കുഴലടിച്ചാൽ കിട്ടുവോ? ഈ കുഴലിന് കിട്ടുന്ന വെള്ളം നമ്മള് ഭൂഗർഭജലം എന്നാണ്. നമ്മള് മുമ്പ് സ്കൂളിലൊക്കെ പഠിക്കുമല്ലോ. ഭൂഗർഭജലം എന്ന് പറഞ്ഞാൽ പാറയുടെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന വെള്ളമാണ്. ആ വെള്ളമാണോ ഇവിടെ ഉള്ളത്? അതാ പാറയുടെ മുകളിലുള്ള വെള്ളം. ഈ പാറയുടെ മുകളിലുള്ള വെള്ളമാണ് നമ്മള് നാടൻ കിണറ്റിന് ഉപയോഗിക്കല്. അപ്പൊ അത് ഏത് കിണറിനാണ് ഇവിടെ വെള്ളം കിട്ടുക എന്ന് നമ്മൾ നോക്കും. ചിലയിടത്ത് രണ്ടിനും കിട്ടുന്ന ഭാഗം ഉണ്ടാവും. എന്നിട്ട് ഞങ്ങൾക്കിപ്പോ ഒരു കിണറുണ്ട്. ഇനി നമുക്ക് പിന്നെ ഏത് ഭാഗത്തു നിന്നാണ് അതിന് കരു വരേണ്ടത് എന്നും നിങ്ങൾക്ക് കാണിച്ചു തരും. നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിങ്ങനെ വെള്ളത്തിന്റെ സാന്നിധ്യം വരുമ്പോൾ ഈ കമ്പി ഇങ്ങനെ പൊന്തും കുറച്ച് ശക്തിയിൽ. അപ്പൊ നമുക്ക് കയ്യിന് നെഞ്ഞിനൊക്കെ കുറഞ്ഞ തരിപ്പ് വേദന ഒക്കെ ഉണ്ടാവും. കേട്ടാ നമ്മൾ ഇങ്ങോട്ടും നടക്കും. കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ നമ്മളിപ്പോ ഇവിടെ കണ്ടെത്തിയത് സുമാറിട്ടാ കണ്ടില്ലേ? ഇനി നമ്മളിങ്ങനെ നടക്കും. ഇവിടെ ഇങ്ങനെ കണ്ടു ഇതാ. ഇനിയിപ്പൊ നമ്മൾ ഈ കണ്ട സ്ഥലം ഉണ്ടല്ലോ, ഇതാ നോക്കിക്കോളി. കണ്ടില്ലേ? നമുക്ക് ഇത് ഏത് ഭാഗത്തു നിന്നാണ് കരുന്ന് പിടിച്ച് അറിയണമെങ്കിലേ ഇതിങ്ങനെ പിടിച്ചാലേ കാട്ടും. കണ്ടാ നിങ്ങളെ ഭാഗത്തേക്ക് ദബടുന്നാണ് കരു. കണ്ടോ? ഈ സൈഡിൽ നിന്നാണ്. നിങ്ങളെ കളച്ച ഇപ്പൊ നിലവിലുള്ള കിണറ്റിങ്ങ കൊണ്ടുപോയാലും ഞാനിത് പിടിച്ചിട്ട് കിണറ്റിക്ക് നോക്കാതെ പറഞ്ഞുതരും. നമ്മളിങ്ങനെ നിങ്ങളെ കിണറ്റിന്റെ ചുറ്റുഭാഗം നടക്കൂട്ടാ. ഞാൻ നിങ്ങളെ കിണറ്റിക്ക് നോക്കണില്ല ട്ടാ. നിങ്ങളെ കിണറ്റിൽ ഏത് ഭാഗത്തു നിന്നാണ് കരു എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരും കേട്ടാ. ഈ കയറ് കെട്ടിയ ഭാഗത്തുനിന്ന് ഒരു കരുണ്ട് ട്ടാ. ഈ നേരെ ഒരു കരു. ഇപ്പൊ രണ്ട് കരു ഇപ്പൊ നമ്മളെ കിണറ്റിൽ കണ്ട്. ഒന്ന് ഈ സൈഡൊന്നുണ്ട്. 3 ഭാഗത്തുനിന്ന് ഈ കരക്ക് കരു വരുന്നുണ്ട്. അപ്പൊ ഏകദേശം ഒരു തെറ്റില്ലാത്ത നല്ല വെള്ളമുള്ള കിണറാണ്. ഞങ്ങളെ കിണറ്റിക്ക് നോക്കിയിട്ടില്ല കേട്ടോ. എന്താ വെച്ചാൽ നല്ല വെള്ളമാണ്. ഈ കാരണം വേനൽക്കാലത്തുണ്ടാവും. പറ്റാൻ സാധ്യതയില്ല. നമ്മളെ കാഴ്ചപ്പാട് അങ്ങനെയാണ്. പഠിച്ചോന്റെ അടുത്താണ് ബാക്കിയുള്ള കാര്യങ്ങള്. അവളൊക്കെ ഈ കമ്പി പിടിച്ചിട്ട് നമുക്ക് തോന്നേണ്ടത് അങ്ങനെയാണ്. ഇതൊരിക്കലും പറ്റാത്തൊരു കിണറാണ്. സ്ഥിരം വെള്ളം ഉണ്ടാവും. 3 ഭാഗത്തുനിന്ന് കരുണ്ട്. ചിലയിടത്ത് ഒരു ഭാഗത്തുനിന്ന് ഉണ്ടാവുള്ളൂ. മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ ഒരു ചെറിയ വിയർപ്പ് പോലെ ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഏകദേശം ഒരാള് മൂത്രിക്കണൊക്കെ ശക്തിയിൽ ഈ കരു താന്നാലുണ്ടാവും. വെള്ളം കഴിഞ്ഞ് വേനൽക്കാലത്ത് താവുമല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ മുകളിൽ നിന്ന് വന്ന് ചാടിന് കാണാം. ഈ 3 ഭാഗത്തുനിന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞ അത് നിങ്ങള് ഉറപ്പിച്ചാൽ മതി. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ഇക്ക് നോക്കിയിട്ടുമില്ല. സത്യമാണെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടാ. അല്ല ഞാൻ പറഞ്ഞതിൽ സത്യം ഉണ്ടെങ്കിൽ പൊള്ളാണെന്നുണ്ടെങ്കിൽ പറഞ്ഞത് തെറ്റാണെന്ന് അറിയാം. പറഞ്ഞത് കറക്റ്റാണ്. നമുക്ക് വേനൽക്കാലത്ത് നമ്മൾ അനുഭവിക്കണാണല്ലോ. അവിടുന്ന് കാണലില്ലേ ഈ പറഞ്ഞ 3 സ്ഥലത്തുനിന്ന് കരു? പറഞ്ഞ പോലെ വെള്ളം മുഴുവനായിട്ട് വറ്റി പോവാറില്ല. തേങ്ങ ഉണ്ടെങ്കിൽ തേങ്ങ പൊന്തിക്കും. വെള്ളമുള്ള തേങ്ങ ഉണ്ടെങ്കിൽ കഴിയുമ്പോഴും നമുക്കൊരു പരീക്ഷ നോക്കിക്കോളിട്ടാ. ഇത് നമ്മളിങ്ങനെ പിടിച്ച് നടക്കൂട്ടാ. ഇതിന് ഭയങ്കര ഇടങ്ങറാണ്. ഇവിടെ അധികം വേദന തരിച്ചല്. അതാ നോക്കിക്കോളിട്ടാ. നിങ്ങൾ പിടിച്ചോളി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നോക്കിക്കോളി. ഒന്നുകൂടി വേണം കാണിച്ചു തരാം. നിങ്ങൾ നേരെ പിടിച്ചോളിട്ടാ. നമ്മൾ ഇവിടുന്ന് വരികയാണ്. നിങ്ങൾ ഏത് സൗകര്യമുള്ളടത്തേക്ക് നിന്നോളി. ഇതിന് ചലനം ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ കണ്ടില്ലേ? ഇതാ
കാണണ്ടാ ഞാൻ വിരലുകൊണ്ടൊന്നും നോക്കാമല്ലോ ഒന്നുകൂടി വേണമെങ്കിൽ നോക്കിക്കോളൂ ഇതാ വിരലിങ്ങനെ ഇടുക കേട്ടാ നമ്മളിങ്ങനെ നടക്കുകയാണ് ഉണ്ടാ ഇങ്ങനെ നിന്നിട്ട് ഇതാണ് നമ്മളാക്കല്ല വെള്ളത്തിന്റെ അത് കുതിപ്പുണ്ടല്ലോ നമ്മള് വെള്ളം ഓളം പെട്ടണ അതാണ് ആ കാട്ടുണ്ട് ഇപ്പൊ ഈ ഓളം പെട്ടി ശക്തിയിൽ വരുന്ന സമയമാണ് നിങ്ങളെ കിണറിന് അറിഞ്ഞിക്കല്ല കാണുന്നുണ്ടോ അതായത് തേങ്ങക്കിട കാണുന്നുണ്ടോ ആ ഇനി അടുത്തോടത്തും കാണാം കേട്ടാ നമ്മളിങ്ങനെ നടക്കുമ്പോ ചെറിയ കരുവൊക്കെ ഉള്ളടത്ത് ഇത് അനങ്ങും വലിയ കരുള്ളടത്ത് നീച്ചിക്കും ഇതാട്ടാ കണ്ടാ നോയിക്കോളി എന്റെ വിരലിതാ താന്നെടുക്ക കാണണ്ടാ കണ്ടില്ലേ നിക്കാനത് കാരണം അതാണ് വെള്ളത്തിന് ശക്തി ഉണ്ടാട്ടാ കിടന്ന് ഉറുകയാണ് ഒന്നുകൂടി നോയിക്കോളി ഏറ്റവും ബുദ്ധിമുട്ട് തേങ്ങ കുടിക്കാനാണ് എനിക്ക് കണ്ടാ കണ്ടില്ലേ ചാണ്ടെന്ന് തന്നെ വെള്ളം കൊണ്ടാട്ടാ കരുവിന്റെ ശക്തിയാണ് ചേട്ടാ ട്ടാ അതായത് വെള്ളമുള്ള സ്ഥലത്തുമ്പോഴാണോ ഇത് ഈ ഭാഗത്തു നിന്നാ കരുട്ടാ ഇങ്ങനെ നോക്കണ്ടെങ്കിൽ ആ മൂല ഈ ഈ മതിലിന്റെ മൂല അവിടുന്നാണ് ഈ കരു വരുന്നത് ഇതാണ് മറിഞ്ഞു വരും ഇതിങ്ങനെ നിങ്ങളെ നിക്കണ നേരട്ടാ ഇവിടത്തെ കരുവേ നോയിക്കോളി ആ എന്താ വെച്ചാൽ നിങ്ങൾ ഉറപ്പ് വരുത്തണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഞാൻ ആ കരു കണ്ടിട്ടില്ല അപ്പൊ വെള്ളം മൂടി നിൽക്കണോണ്ട് കരു നമുക്ക് കാണാൻ പറ്റൂല ഇത് വെള്ളം താവുമ്പോ കാണണ്ടാണ് ഇത് എത്ര അടിയുന്ന നായം നോക്കാന് നോയിക്കോളി ഇതിങ്ങനെ ആടും ഇത് ഏകദേശം ഒരു 9 കോലിനാണ് കരു തള്ളുണ്ട് വലിയ കിണർ വലിയ കുണ്ടുണ്ടാവാൻ സാധ്യതയില്ല 9 കോലാണമ്മ ആണ് അല്ല ശരിയാണെന്ന് സമ്മതിച്ചാൽ മതിട്ടാ അല്ല ഞാൻ ഒന്നും പറയില്ല നിങ്ങൾ ശരിയാണെങ്കിൽ മാത്രം സമ്മതിക്കുക തെറ്റാണെങ്കിലാ പറഞ്ഞത് തെറ്റാണെന്ന് അറിയണം 9 കോല തന്നെയാണ് അല്ല ഞമ്മക്കും വേണ്ടി നിങ്ങൾ ഒന്നും സമ്മതിക്കരുത് മനുഷ്യനാണ് തെറ്റുപറ്റും ഏത്താ കുടിച്ചു നോക്കിക്കോളി ഇത് ഇതാണ് റോഡ് ഗോൾഡിന്റെ മേള ഇത് ഗാന്ധാണ് ഇത് ചെമ്പാണ് നമ്മൾ ആ കമ്പിയുടെ ബാക്കി തന്നെ ഇത് കോല് അളക്കാനുള്ളത് അളക്കാള് മറ്റേത് നമ്മള് ഏത് ഭാഗത്ത് നിന്ന് നിങ്ങൾ പറഞ്ഞു തന്നല്ല അല്ലാതെ നിങ്ങളെ കിണറ്റിക്ക് കരു വരേണ്ടത് നോക്കി എവിടുന്നേം കാണുന്നുണ്ട് ഇപ്പൊ കാണുന്നില്ലല്ലോ നിറഞ്ഞിക്കല്ലേ ഈ കമ്പി പിടിച്ചു നോക്കി ഇത് അത്യാവശ്യം വണ്ണുള്ള കമ്പിയാണ് വേറെ തല പിടിച്ചു നോക്കി ഇത് ഈ 10 എന്നാണ് ഇതിന്റെ പറയാ ഇത് നമ്മൾ മുറിയുമ്പോ വേറെ വാങ്ങും 10 എന്നാണ് ഇതിന് 10 കനം ഞാൻ പൊളിച്ചു കൊടുത്താണ് അവര് കൊണ്ടുവന്നുള്ള തേങ്ങ ഒന്നല്ല ഞാൻ തേങ്ങ പിടിച്ചിട്ട് കാണിച്ചു തന്ന് അപ്പോഴും ആ കമ്പി പൊന്തിയ ഭാഗത്ത് തന്നെ അത് പൊന്തിയത് നമ്മളെ കഴിവല്ല പഠിച്ചോ നമുക്ക് തന്ന കഴിവ് പലർക്കും പല കഴിവുണ്ടാവും നമ്മളതല്ല ഈ രക്തഗ്രൂപ്പിന്റെ ഇതാണ് നമ്മളെ രക്തവും വെള്ളം കൂടി ടച്ച് ആവുകയാണ് ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവാണ് അങ്ങനെ ഇപ്പൊ ഒരുപാട് പെണ്ണുങ്ങളും നോക്കലുണ്ട് അപ്പൊ നമ്മള് എവിടെയും പോവുകയാണെങ്കിൽ നിങ്ങൾ പിടിച്ചു നോക്കിന്നാണ് ആർക്കും ആ കമ്പി കൊടുക്കും ആവശ്യമുള്ളവർക്ക് വേണം പിടിച്ചു കൊടുക്കാം നോക്കാം അപ്പൊ അതാണ് അല്ലാതെ അതിൽ ഒന്നുമില്ല അപ്പൊ നമ്മളാ തീരുമ്പോ അല്ലാതെ നമ്മളിത് ഇങ്ങനെ തിരിച്ചല്ല അള്ളാഹു താല ഓരോരുത്തർക്ക് പ്രകൃതിപരമായിട്ട് ഓരോ കഴിവ് പഠിച്ചം കൊടുക്കേണ്ടതാണ് അത് മറ്റുള്ളവർക്കും എല്ലാവർക്കും ഒരു ഉപകാരമാകാൻ വേണ്ടിയിട്ടാണ് എല്ലാരും പഠിച്ചം ഒരേ മാതിരി എല്ലാം ആക്കി പലർക്കും പല കഴിവിലാണ് അള്ളാഹു താല ഗുണം കൊടുത്തിട്ടുള്ളത്